മൂന്നാർ എന്ന് കേൾക്കുമ്പോൾ ഏതൊരു സഞ്ചാരിയുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്ന ചിത്രം കണ്ണെത്താ ദൂരത്ത് മലകൾ നിറഞ്ഞു നിൽക്കുന്ന തേയിലച്ചെടികളും മഞ്ഞിൽ പുതച്ചു നിൽക്കുന്ന മലനിരകളും നീലക്കളർ വിരിച്ചു നിൽക്കുന്ന ജക്രാന്ത പൂക്കളും മാത്രമല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ മൂന്നാറിൻ്റെ മലനിരകളിൽ കൂടി കൈപിടിച്ച് നടന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മൂന്നാർ മുഴുവൻ കണ്ടു തീർത്ത ഒരു ദമ്പതികളുണ്ടായിരുന്നു. ഹെൻറി മാൻസ്ഫീൽഡ് നൈറ്റും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി എലനോർ ഇസബൽ മെയ്യും. ഇന്ന് പറയാൻ പോകുന്നത് അവരുടെ കഥയാണ്. അതായത് ഈ ദേവാലയം ഇവിടെ ഉണ്ടായതിൻ്റെ കഥ. മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളുടെ മാനേജർ ആയിട്ടാണ് ഹെൻറി മാൻസ്ഫീൽഡ് നൈറ്റ് ഇംഗ്ലണ്ടിൽ നിന്ന് മൂന്നാറിലെത്തിയത്. അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി എലനോർ ഇസബൽ മെയ്യും കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയ ശേഷം മൂന്നാറിൻ്റെ ആരെയും മയക്കുന്ന പ്രകൃതി ഭംഗി അവരെ വല്ലാതെ ആകർഷിച്ചു. മൂന്നാറിലെ മിക്ക സ്ഥലങ്ങളും അവർ ഒരുമിച്ച് നടന്ന് കണ്ടു തീർത്തു. തൻ്റെ ജീവന് തുല്യമായ ഹെൻറി കൂടെ ഉള്ളതുകൊണ്ടാവും ഇസബൽ കണ്ടതിൽ വച്ച് ഏറ്റവും ഭംഗിയുള്ള സ്ഥലം മൂന്നാറായി അവൾക്ക് തോന്നി. അങ്ങനെ അവർ നമ്മൾ ഈ നിൽക്കുന്ന കുന്നിൻ മുകളിലും എത്തി. ഈ സ്ഥലത്തിൻ്റെ വശ്യമായ സൗന്ദര്യം കണ്ട ഇസബൽ തൻ്റെ പ്രിയതമയോട് പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ എന്നെ ഇവിടെ അടക്കം ചെയ്യണം എന്ന് പറഞ്ഞു. അത്രമേൽ ഈ സ്ഥലത്തെ ഇസബൽ ഇഷ്ടപ്പെട്ടിരുന്നു. നിർഭാഗ്യവച്ചാൽ അധികം വൈകാതെ തന്നെ കോളറ എന്ന പകർച്ചവ്യാധി പിടിപെട്ട് ഇസബൽ 1894 ഡിസംബർ 23 തൻ്റെ 24-ാം വയസ്സിൽ ഹെൻറിയെ തനിച്ചാക്കി ഇസബൽ ഈ ലോകത്തു നിന്നും വിടവാങ്ങി. തൻ്റെ പ്രിയതമയുടെ ആഗ്രഹപ്രകാരം അദ്ദേഹം ഇസബലിനെ ഇവിടെ അടക്കം ചെയ്തു. എലനോർ ഇസബെല്ലിൻ്റെ കുടുംബം ഭൗതിക ശരീരം ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചെങ്കിലും ഹെൻറി തൻ്റെ പ്രിയതമയുടെ അന്ത്യാഭിലാഷപ്രകാരം എലനോറിനെ ഈ കുന്നിൻ മുകളിൽ തന്നെ സംസ്കരിച്ചു. കുറേ നാളുകൾക്ക് ശേഷം ഹെൻറി തൻ്റെ ജന്മനാടായ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി. മൂന്നാറിലേക്ക് വന്നപ്പോൾ തൻ്റെ കൈകളിൽ പിടിച്ച് യാത്ര ചെയ്തിരുന്ന പ്രിയതമ മടക്കയാത്രയിൽ ഇല്ല എന്ന സത്യം തിരിച്ചറിഞ്ഞ് മൂന്നാറിൻ്റെ മലമടക്കുകളിൽ നിന്ന് ഹെൻറി പടിയിറങ്ങിപ്പോയി. ഞാൻ കുറേ കാലം മുമ്പ് തന്നെ ഈ കഥകൾ അറിഞ്ഞിരുന്നുവെങ്കിലും പലതവണ ഈ പള്ളിമുറ്റം വരാനേ സാധിച്ചിട്ടുള്ളൂ. ഇസബലിൻ്റെ കല്ലറ കാണാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. കാരണം സന്ദർശകർക്ക് ഈ സിമിത്തേരിയിലേക്ക് പ്രവേശനമില്ല. പ്രത്യേക അനുവാദം വാങ്ങിയ ശേഷമാണ് ഞാൻ ഈ സിമിത്തേരിയിലേക്ക് പ്രവേശിച്ചത്. പ്രത്യേകം പണി കഴിപ്പിച്ചിട്ടുള്ള ഭാഗത്താണ് ഇസബൽ മെയ്യുടെ കല്ലറയുള്ളത്. ഹെൻറി മെയ് എന്ന് വിളിച്ചു കേൾക്കാനായിരുന്നു ഇസബലിനിഷ്ടം. അതുകൊണ്ട് തന്നെ കല്ലറയിൽ ഉള്ള കുരിശിൽ മെയ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇസബലിൻ്റെ കല്ലറയിൽ ആരോ ഒരു പൂ സമർപ്പിച്ചിട്ടുണ്ട്. എത്രയോ തലമുറകൾക്ക് മുമ്പുള്ള ആളുകളാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്ന് ഞാൻ ഇവിടെ നിന്ന് ഒരു നിമിഷം ചിന്തിച്ചുപോയി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കല്ലറകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. പല വന്യജീവി സാന്നിധ്യം ഉള്ള സ്ഥലമാണ് ഇവിടം. നൂറുകണക്കിന് ഇംഗ്ലീഷുകാരും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഇസബൽ മെയ് മരിച്ച് 16 വർഷങ്ങൾക്ക് ഇപ്പുറം 1911 ആണ് ഈ ദേവാലയം ഇവിടെ പണിയുന്നത്. 1910 പണി തുടങ്ങി 1911 പണി പൂർത്തിയായി. അതുകൊണ്ട് ഈ ദേവാലയം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ സിമിത്തേരി ഇവിടെ ഉണ്ടായി എന്നതാണ് കൗതുകം നിറഞ്ഞ ഒരു വസ്തുത. 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന 1924-ലെ വെള്ളപ്പൊക്കത്തിൽ സർവ്വതും നശിച്ചപ്പോൾ ഈ പള്ളിക്ക് ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ പ്രധാന അഭയകേന്ദ്രമായിരുന്നു ഈ പള്ളി. പള്ളിയുടെ ഉൾഭാഗം ചിത്രീകരിക്കാൻ നമുക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. പക്ഷേ പള്ളിയുടെ ഉൾഭാഗം കാണാൻ വളരെ മനോഹരമാണ്. ബ്രിട്ടീഷുകാർ അന്ന് കൊണ്ടുവന്ന പല സാധനങ്ങളും ഇന്നും പള്ളിയിലുണ്ട്, ഒരു പിയാനോ ഉൾപ്പെടെ. ബ്രിട്ടീഷുകാർ ഇവിടെ നിന്നും മടങ്ങുമ്പോൾ പള്ളിയുടെ ഭരണ ചുമതല CSI സഭയ്ക്ക് കൈമാറി. ഇപ്പോൾ ഈ CSI ചർച്ച് മൂന്നാറിലെ ഒരു ചരിത്ര സ്മാരകം കൂടിയാണ്. മൂന്നാറിൽ വരുന്ന പല സഞ്ചാരികൾക്കും ഈ കഥകൾ അറിയില്ല എന്നതാണ് സത്യം. എന്നാൽ എല്ലാ വർഷവും ഇംഗ്ലണ്ടിൽ നിന്ന് ഇസബൽ മെയ്യുടെ ബന്ധുക്കൾ ഇവിടെ എത്താറുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. ഇന്നും ഒരു പ്രണയ സ്മാരകത്തിൻ്റെ അടയാളമായി ഇത് നിലനിൽക്കുന്നു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ചരിത്രത്തിൽ ഹെൻറിയും ഇസബൽ മെയ്യും പ്രണയത്തിൻ്റെ ഓർമ്മകളായി നൂറ്റാണ്ടുകളോളം നിലനിൽക്കും. ഒന്നോർക്കുക, ഇത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല. അനുവാദം വാങ്ങി മാത്രം പ്രവേശിക്കുക. നന്ദി.